ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നമ്മളെ കൃഷി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ വലിയൊരു മഴ പെയ്ത് കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നല്ലൊരു മഴ പെയ്ത്. അപ്പോൾ നമ്മളെ വാഴ ഒടിഞ്ഞു വീണു. നോക്കാം, അങ്ങോട്ട് പോകാം. അവിടെ ഈ വാഴ ഒടിഞ്ഞു വീണു കേട്ടോ. ഒരു സൂക്കേടായി പോയി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഗൈസ്, അപ്പോൾ നമ്മൾ കൊല വെട്ടി എടുത്തിട്ടുണ്ട്. അവിടെ മേളിൽ കൊണ്ട് വെച്ചിങ്ങനെ. എന്തായാലും അത് വല്ലാത്തൊരു ചതിയായിപ്പോയി. കാരണം നല്ല വിളഞ്ഞിട്ടില്ലായിരുന്നു. നല്ല വിളഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളെ ഉപയോഗത്തിന് നടക്കുള്ളൂ. എന്തായാലും നമുക്ക് ആ കൊല ഇന്ന് എടുത്തുകൊണ്ട് വരാം. രാവിലെ തന്നെ പട്ടികൾ നല്ല ബഹളമാണ്. ഞാൻ വന്നോണ്ട് വീര വീര എന്താ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇന്നലെ ഒടിഞ്ഞു വീണ കൊല നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കൊടുത്തു കേട്ടോ. കൊടുത്തു ഞാൻ കടയിലല്ല, പിന്നെ അമ്മയ്ക്ക് കൊടുത്തു, അമ്മൂമ്മയ്ക്ക്. ഇതാണ് ഇന്നലെ ഒടിഞ്ഞു വീണ കൊല. ഇത് വിളഞ്ഞിരുന്നെങ്കിൽ അത്യാവശ്യം പൈസ കിട്ടീന് കേട്ടോ. ഒരു കൊല എങ്ങനെയാലും ഒരു 10, 150, 200 രൂപ കിട്ടും. ഇത് പേയൻ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. പേയൻ മറ്റേ മൊന്തൻ എന്നൊക്കെ പറയൂലേ, അതായത് നമ്മളെ മലക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാധനമില്ലേ, ബജ്ജി ഉണ്ടാക്കും, ആ സാധനവും. അപ്പം ഇന്നലെ വെട്ടിയ വാഴയില ഇതാണ് കേട്ടോ, ഇലയാണ്. അപ്പോൾ പശുവിന് ഇട്ട് കൊടുക്കാം. ഇന്നലെ ഇവിടെ എടുത്ത് ഇട്ടാക്കിയാണ്. ഇതാണ് പശു കേട്ടോ. പശു ഗുഡ് മോർണിംഗ്. എന്നാ തിന്. അപ്പോൾ കുറച്ച് ഇഞ്ചി പാവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി എടുക്കണം. ഇപ്പോഴല്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇത് ഇളക്കി എടുത്തതിന് ശേഷം കുറച്ചുകൂടെ വലുതായിട്ടൊന്നും ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം എടുത്ത് വച്ചിരിക്കുന്നേ ഉള്ളൂ. തിരുതി വീട്ടിൽ വന്നിട്ടുണ്ട്. അടുത്തൊരു വാഴക്കന്ന് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് നടാൻ പോവുകയാണ്. അങ്ങോട്ട് പോവാം. ഇപ്പോൾ നമുക്ക് വാഴ നടാൻ പോവാം. സമയം ഇപ്പോൾ നല്ല വൈകി കേട്ടോ. അങ്ങോട്ട് നടാൻ പോവാം. നമ്മൾ റൗണ്ട് ഷേപ്പിനാണ് കുഴി എടുക്കണം കേട്ടോ. കാരണം സ്ഥലമില്ലാത്തതുകൊണ്ടേ റൗണ്ട് ഷേപ്പിനാണ് കുഴി എടുക്കണം. ഓടിയോ ഇതാണ് കേട്ടോ നടാൻ.
ഗൈസ് ഫൈനലി നട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നട്ട രസകതളിയാണ് കേട്ടോ. ഒരു ഷേപ്പിലാണ് നമ്മൾ നട്ടേക്കണേ. ഇതുണ്ടല്ലോ, ഇത് സ്ക്വയറായിട്ട് വേണമെങ്കിലും നടാം കേട്ടോ ഗൈസ്. പിന്നെ ഇത് നമുക്ക് ഇത് വളർന്ന് കൊല വെട്ടാൻ കാണുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 9 to 10 മാസമാണ് ഇതിൻ്റെ കറക്റ്റ് ടൈമിങ്. നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പം ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ രാവിലെ വെട്ടിയെടുത്തില്ല കൊല, അത് വെച്ച് ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. ഗൈസ് അപ്പം ഇതിൽ മായി മുക്കി നമ്മൾ ബജി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. എണ്ണ പൊട്ടിച്ചപ്പോഴേ അത് മൊത്തം പോയി കേട്ടോ. നമ്മുടെ സൈഡിൽ വീണു. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇടാൻ പോവാണ്. ഗൈസ് അപ്പം രാത്രി ചോറില്ല കേട്ടോ, പുട്ടാണ്. പുട്ടുണ്ട്, അവിയലുണ്ട്, പിന്നെ മീൻകറി ഉണ്ട് കേട്ടോ, അതിപ്പോൾ എടുക്കും. പിന്നെ ബജി, കായ ബജി. സൂപ്പറാണ്. നമ്മൾ കടല അരച്ച് ചേർത്ത്, പിന്നെ മൈദ മാവും, പിന്നെ കായം, ചായ ഉണ്ട് കേട്ടോ.